ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ സ്പിയർ ഫിഷിംഗ് ആണ് നോക്കിയത്. ഓക്കെ, അത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. നമ്മൾ സ്പിയർ ഫിഷിംഗ് ആണോ പറഞ്ഞത്, അതോ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സെക്യൂരിറ്റി അറ്റാക്ക്? നമ്മള് ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്പിയർ ഫിഷിംഗ് ആണ്. ഓക്കെ, എന്താ ബാക്കി? അപ്പൊ എങ്ങനെയാ, നോക്കുവല്ലേ, ചെയ്ത് നോക്കുവല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇന്നലത്തെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൈഡൻസ് ഒരു സാധനം ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കിക്കോ. ഇന്നലത്തെ കിട്ടാത്ത ആൾക്കാർ മീൻസ് നമുക്ക് എന്താണെങ്കിലും ഇന്നലെ ചെയ്തപ്പോൾ എറർ വന്നിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആക്കാൻ നടന്നിട്ടില്ല. ഓക്കെ, അപ്പം അത് എന്താ നമ്മൾ ഇന്നലെ എന്താ ചെയ്തെന്നൊക്കെ വല്ല ഓർമ്മ ഉണ്ടല്ലോ ആർക്കും? റെസ്പോൺസ് ഇല്ലല്ലോ. ആദിത്യ, അനിൽ, അവിടെ ഇത് റെസ്പോണ്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടായിരുന്നുണ്ട്? അഭിനന്ദോ, ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ? ഇതൊന്നുമില്ലേ? ദേവനന്ദ? യെസ് സർ. ആക്ച്വലി ഇന്നലത്തെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് ഞാൻ പിന്നെ മേക്കപ്പ് ചെയ്യാനും പറ്റില്ല. ഇവിടെ ഒരു കോളേജിൽ ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കി അത് കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ യൂട്യൂബിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് വെച്ചിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ് ചെയ്തത്. അത് വെബ്സൈറ്റ് അറ്റാക്ക് ക്രെഡൻഷ്യൽ ഹാർവസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. സൈക്ലോൺ ചെയ്തിട്ട് ഒരു ഇതാണ് അത്. സത്യം പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചൊക്കെ കിട്ടി, ബട്ട് നമുക്ക് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, എറർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പിയർ ഫിഷിംഗ് ആണ്. ഓക്കെ, അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാനപ്പോൾ നിങ്ങൾക്കൊരു ഡോക്യുമെന്റേഷൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഞാനിതിൻ്റെ ഒരു സംഭവം ഗ്രൂപ്പ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് അതിൻ്റെ അകത്ത് നമ്മളിത് സ്പിയർ ഫിഷിംഗ് ആണ് നോക്കുന്നത്. അപ്പം ആ സ്പിയർ ഫിഷിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. കാര്യം ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് 88 പേജ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ എങ്ങനെയാണ് മൊത്തം SQL ടൂൾ കിറ്റ്, SCT ടൂൾ കിറ്റ് മൊത്തത്തിൽ യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഗൈഡൻസ് ആണ് അതിൻ്റെ അകത്തുള്ള. അപ്പോൾ അത് മൊത്തത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഗൈഡൻസ് ഉണ്ട്. ഇതിപ്പോ എവിടെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സാധനം ഉള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എവിടെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇത് പേജ് നമ്പർ 14 അകത്ത് സ്പിയർ ഫിഷിംഗ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ പേജ് നമ്പർ 14 അകത്ത് എടുക്കുക. ഞാൻ ഇപ്പൊ ഇട്ട് തന്ന ആ ഒരു ഫയലാണ്. ഓക്കെ, 15 അകത്താണ് അത് വരുന്നത്. 14 ലാസ്റ്റ് 15 വരുന്നുണ്ട്. ഇതിട്ട് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇന്നലെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാ ചെയ്തെന്നൊക്കെ ഉള്ള. അടെ എല്ലാരും ഒക്കെ ഒന്ന് മൈക്കൊക്കെ ഉണക്കി സംസാരിക്കടാ, ഒന്ന് സംസാരിക്കടേ. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട ഫയൽ നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത് ഓക്കെ അല്ലേ? ഓക്കെ, ആ ഫയൽ കിട്ടിയല്ലോ എല്ലാവർക്കും. അത് ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് പേജ് നമ്പർ 14 ഉണ്ട്. പേജ് നമ്പർ 15 എടുക്കുക. അതിൻ്റെ അകത്തേക്ക് സ്പിയർ ഫിഷിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്പിയർ ഫിഷിംഗ് ആണ് സത്യം പറഞ്ഞാൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. സത്യം പറഞ്ഞാൽ
ഞാൻ ഇന്നലെ എങ്ങനെയാണ് ഒരു ഇത് വെബ്സൈറ്റ് വെച്ചിട്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കാണിച്ചു ഫിഷിങ് എങ്ങനെ ചെയ്യും എന്നുള്ള. പക്ഷെ അത് നമ്മൾ ഈ SET വെച്ചിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. പക്ഷെ ഇന്നലെ നമുക്കത് കിട്ടിയിട്ടില്ല. എറർ വന്നു. സോ അത് നമ്മൾ മൈൻഡ് അപ്പ് ചെയ്തായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും അത് ഓപ്പൺ ചെയ്തെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അകത്ത് നിങ്ങളെന്താ ഫസ്റ്റ് നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്താ ഇത് ഓണായി വരുമ്പോൾ ഒന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റിൻ്റെ സോഷ്യൽ അറ്റാക്ക് എടുക്കുന്നു. അതിൻ്റെ അകത്ത് എന്താ അതിൻ്റെ അകത്ത് സ്പിയർ ഫിഷിംഗ് എടുക്കണം. സോ സ്പിയർ ഫിഷിംഗ് എടുത്തു കഴിഞ്ഞാൽ നേരത്ത് ഇത് സ്പിയർ ഫിഷിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വരും ഇവിടെ. എന്താ സ്പിയർ ഫിഷിംഗ് മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു സാധനം വരുന്നുണ്ട്. ഓക്കെ, കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യാട്ടെ. സ്ക്രീൻ ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യടേ. നിങ്ങൾ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നില്ല, കുറച്ചും കൂടി റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നല്ലോ. ഇപ്പം എന്താ ഇങ്ങനെ? ഓക്കെ, ഇതിൽ നമ്മൾ സ്പിയർ ഫിഷിംഗ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പെർഫോം ആസ് ഇമെയിൽ അറ്റാക്ക്, ക്രിയേറ്റ് ഫയൽ ഫോർമാറ്റ് പേലോഡ്, അതുപോലെ എന്താ ക്രിയേറ്റ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെംപ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഞാനിവിടെ കാണിക്കുന്നതും അല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനമൊക്കെ ചെയ്ത് വന്നത്. ഓക്കെ, അവിടെ ജഗനെ എല്ലാം മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞൊക്കെ ഓക്കെ ആവുന്നുണ്ടോ? സാർ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ജെനിഫർ, ഞാൻ ഇനി ഓരോരുത്തരുടെ പേര് വിളിച്ച് ചോദിക്കാം. ജെനിഫറിനൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. ഓക്കെ, ഗോപിക, നിങ്ങൾ സീരിയസ് ആയിട്ട് പറയണം കേട്ടോ. ചുമ്മാ എന്താ ഒന്ന് എസ്കേപ്പ് ഒക്കെ ചോദിക്കുന്നതിന് എസ്കേപ്പ് ആകാൻ വേണ്ടിയായിട്ട് മാത്രമായിട്ട് പറയല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ ഒന്നാമത്തെ ഓപ്ഷൻ സെറ്റ് എന്താ കസ്റ്റം റിട്ടേൺ DLL ഹിജാക്കിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെന്നും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിരിക്കണ്ട, നിങ്ങൾ വേറെ ട്രൈ ഔട്ട് ചെയ്യാൻ കേട്ടോ. ഇത് ഇതിൻ്റെ അകത്ത് നിങ്ങൾ IP കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. IP കൊടുക്കണം. പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 1 hour ടൈം കൊണ്ട് ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് എന്താ നോക്കാനായിട്ട് പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും മുമ്പോട്ട്. ഓക്കെ, ആ യൂസർ മെനുവിൻ്റെ അകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ പറയും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് IP ഉണ്ട്. IP കൊടുക്കണം. ഒരു മിനിറ്റ്, IP കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും കുറേ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ട, നമുക്ക് വീണ്ടും കുറേ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെന്താ ഒന്നാമത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇത് ഒന്നാമത്തെ ഓപ്ഷൻ ഏതാ?
അല്ല, ഇത് തെറ്റിപ്പോയത്. അവിടെ ടൂൾസിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ, ഞാൻ ഒന്നും കൂടെ ആദ്യം തൊട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് സോറി ഒന്ന് പ്യുർ ഫിഷിംഗ്, അതിലേക്ക് പെർഫോം മാസ് അത് സെലക്ട് ചെയ്ത് വാല്യുവേഷൻ കസ്റ്റം. നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് കസ്റ്റം വെച്ചിട്ടൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ എന്താ വിൻഡോസ് അഡ്രസ് ബുക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാം. വിൻഡോസ് റിവേഴ്സ്, ഓക്കെ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് സ്ക്രീനിൽ എന്താ കാണുന്നതെന്നുള്ള ആരെങ്കിലും ഒന്ന് പറയാം, ആർക്കെങ്കിലും കാണുന്നു? പേലോഡിലേക്ക് നമ്മൾ പോകുന്നതാണ് പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് സ്ക്രീൻ പോയല്ലേ. ശരി. ഓക്കെ, ആ യൂസർ മാനുവലിൻ്റെ അകത്ത് ഉള്ളതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രമല്ലാതെ അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നവരാരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ താടേ. എന്ത് താടേ, ഒന്ന് റിപ്ലൈ താടേ ആരെയും. ദേവനെന്താ നോക്കിയായിരുന്നോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലോ? ഹലോ, ആരും റിപ്ലൈ ഇല്ലല്ലോ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, നിങ്ങളിപ്പോ ഏത് ഏത് സ്റ്റേജിലായി അതൊന്ന് പറയാമോ? അതാരെങ്കിലും ഒന്ന് പറ. നിങ്ങളിപ്പോ ഏത് സ്റ്റേജാണ് നിൽക്കുന്നതെങ്കിലും ആരെങ്കിലും ഒന്ന് പറ.
പറയുടെ ആരെങ്കിലും ഈ സെയിം സ്ക്രീനിൽ തന്നെ സാർ. ഒരു മിനിറ്റ്. ആ യൂസർ മാനുവൽ നോക്കിയായിരുന്നു ആരെയും? നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടാക്കാം. അതൊന്നും കൊടുക്കാം. കൊടുക്കാം. IP വാലിഡ് അല്ലെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഞാനിപ്പോ ഷെയർ ചെയ്ത യൂസർ മാനുവൽ ബേസ് ചെയ്ത് ആരെങ്കിലും ചെയ്യാൻ നോക്കുന്നുണ്ടോ? ഇതോ ഞാൻ തന്നെ ഞാൻ കാണിക്കുന്നത് മാത്രം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇപ്പൊ കറന്റ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറയാം. നമ്മളിപ്പം ഇവിടെ നമുക്ക് എറർ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് വീണ്ടും പോയിട്ട് ചെയ്യുന്നത്. കുറെ പേര് ലെഫ്റ്റ് ആയി പോയെന്ന് തോന്നുന്നല്ലോ. അത് ലെഫ്റ്റ് ആയി പോയാ ഇത് നമ്മള് ഈ കാണിച്ചതും പറഞ്ഞതും ഒന്നും മനസ്സിലായില്ലേ ആർക്കും? നമുക്ക് ആ ഒരു രീതിയിലേക്ക് റെസ്പോൺസ് തോന്നില്ല. ഓക്കെ, നമ്മളിപ്പം ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്ന ആ സിംഗിൾ അറ്റാക്ക് കൊടുത്ത് നമുക്ക് ഇവിടെ നമ്മൾ വന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് IP കൊടുക്കണം. ഇവിടെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IP ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ പുതിയൊരു ടെർമിനലിലൂടെ എടുക്കുകയാണ്. ആ ടെർമിനൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സ്ക്രീൻ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ബ്ലറും എല്ലാം കുറവുണ്ടോ? ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് നല്ല രീതിയിൽ ആകുന്നതാണ്. സ്ക്രീൻ ഓക്കെ ആയിട്ടല്ലേ കാണുന്ന? അതിലൊന്ന് റിപ്ലൈ പറയുമോ? സേവനന്ദ ഉണ്ടോ?
ഓക്കെ, അപ്പം ഞാനിപ്പം വേറൊരു ടെർമിനൽ എടുക്കുവാണ്. ആ ടെർമിനലിലേക്ക് ഒന്ന് ജസ്റ്റ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ IW കോൺഫിഗ് ഒന്ന് അടിക്കുവാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ IF കോൺഫിഗ് അടിച്ചപ്പം ഇവിടെ വന്നിട്ടുണ്ട് എന്താ ഞാൻ ഇതാണ് എൻ്റെ IP എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. ഓക്കെ, ഇനി ഞാൻ മറ്റേ ടെർമിനലിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ അത് ആ ടെർമിനൽ ഒന്ന് സ്ക്രീൻ ആക്കിക്കോട്ടെ. ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ടെർമിനലിലേക്ക് പോയി. ഇവിടെ എന്താ ഇവിടെ നമുക്കിനി ഇത് കൊടുക്കണം. ഓക്കെ, ഇനി ഈ ഒരു IP ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത്. ഓക്കെ, എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? വോയിസോ അതോ സ്ക്രീനോ എന്തെങ്കിലും? കാര്യം ഇവിടെ വൈഫൈ പോയിട്ടുണ്ട്. അപ്പോൾ ഹോട്ട്സ്പോട്ടിലാണ് ഇപ്പോൾ കറണ്ടിൽ നിൽക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, നെറ്റ് നല്ല രീതിയിൽ സ്ലോ ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യടാ. എന്തോ ഗൈസ് ഒന്ന് റിപ്ലൈ ചെയ്തു. ഓക്കെ, നോട്ട്. ഓക്കെ, ഇവിടെ എൻ്റെ IP ഒന്ന് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടൊന്ന് എൻ്റർ അടിക്കാൻ നോക്കട്ടെ. ഓക്കെ, ഗൈസ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട. ഒരു നെറ്റ് കുറച്ച് സ്ലോ. ഇതുവരെ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇതുവരെയുള്ള സ്ക്രീൻ കറക്റ്റ് ആയിട്ട് ഇതുവരെ എല്ലാവരും കൂട്ടത്തിൽ ചെയ്തു വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യണോ? ഇവിടെ ജഗനെ ഒന്ന് പറയടാ. യെസ് സാർ, ഇതുവരെ എത്തി. ഇതുവരെ ഓക്കെ. എടാ നിങ്ങളൊക്കെ ഒന്ന് മൈക്കൊക്കെ ഓൺ ആക്കിയിട്ട് ഇവിടെ സംസാരിക്കാം. എന്നാലേ എനിക്കിവിടെ നെറ്റ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഇവിടെ വൈഫൈൻ്റെ ഇഷ്യൂ ഉണ്ട്. അതാണ് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, അപ്പം നമ്മൾ എൻ്റെ എന്തെങ്കിലും സ്ക്രീൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. നെറ്റ് കുറച്ച് സ്ലോ ഉണ്ട്. സൗണ്ടോ സ്ക്രീനോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണം. കാര്യം വെച്ചാൽ നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. ഓക്കെ, ഇപ്പം
ഒന്ന് ഓർത്തോണം. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്ന് കൊടുക്കാം. പോർട്ട് നമ്പർ 443. നമ്മളിവിടെ പോർട്ട് നമ്പർ 443 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഇവിടെ നമുക്കൊരു 6 കൊടുക്കാം. പക്ഷേ 6 കൊടുക്കുമ്പം കുറവാണല്ലോ. ഇൻഡക്ഷൻ ഡൈനാമിക്സ് അത് എറർ വന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഇത് ഈ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എററൊക്കെ വരും കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ സോൾവ് ചെയ്താണ് ഓരോന്നും ചെയ്യാറ്. ഇതൊക്കെ കൊണ്ടാണ് എന്താ ഈ വേറെ കുറെ ടൂൾസ് ഇപ്പൊ നിങ്ങൾക്ക് ഗോഫിഷ് എന്നൊക്കെ പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗോഫിഷ് നമ്മുടെ ഏകദേശം ടൈം ആയി വരുന്നുണ്ട് കേട്ടോ. ഞാനത് വേറൊരു കൂട്ടം ചെയ്ത് നോക്കട്ടെ. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നോക്കേണ്ട വരും. ബട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും എനിക്കിത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ടൂള് കാണിച്ചു തരാം. ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. അതെന്താന്ന് കേട്ടവരുണ്ടോ? എന്താ ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്. അവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് കേട്ടവരൊന്ന് ജസ്റ്റ് പറയും. ഞാൻ പറഞ്ഞത് തന്നെ തിരിച്ചു പറഞ്ഞാൽ മതി. ഗോഫിഷ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഗോഫിഷ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഗോഫിഷിന്റെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗോഫിഷിന്റെ ഇന്റർഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഗോഫിഷ് വഴി ഒരു അറ്റാക്ക് ഒക്കെ നടക്കുന്നതെന്നൊക്കെയുള്ള അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതെന്താണേലും എക്സിറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ലാതെ സ്ഥിതി ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഞാനിപ്പോ തന്ന ആ ഒരു ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അത് ചെയ്യാതിരിക്കരുത്. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഗോഫിഷ് എന്ന് പറഞ്ഞൊരു ടൂൾ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഗോഫിഷ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഗോഫിഷ് നമ്മൾ കുറച്ച് ഡൗൺലോഡ് ചെയ്യും. ഇതിപ്പോ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അത് ജഗനെ ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായി. യെസ് സർ. അത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറ. ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
പറയണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റണമെങ്കിൽ സെറ്റാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെത്തേക്ക് നമ്മൾ ഈ കോഫീസ് എന്ന് പറയുന്ന സൈഡിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ കോഫീസിന്റെ ഗിറ്റ് ഹബിലേക്കാട്ടോ പോകുന്ന. ഇത് ഒരു ടൂളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ പരിപാടി ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഫിഷിംഗ് അറ്റാക്ക് ഒക്കെ ചെയ്യുമ്പം ഇത് ഓഫീസ് വെച്ചിട്ട് ഫിഷിംഗ് അറ്റാക്ക് സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ആകുമ്പോൾ സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പം ഗോഫിഷ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് എൻ്റെ ഗോഫിഷിന്റെ വേർഷൻ കിടപ്പില്ല. അതാ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഈ സീറ്റ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതൊന്ന് നോക്കണേ. ആരിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. 12-13 പേരില്ലടാ. എടാ ഒന്ന് റെസ്പോണ്ട് ചെയ്യടേ. ഹലോ ഹലോ സർ. പറഞ്ഞോ. ഞാൻ സവാദാണ്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് ഓപ്പണായിട്ട് ചോദിച്ചോളൂ കേട്ടോ. സാർ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? മാനവ്, മിലൻ, നിഹേൽ, ക്ലിയർ ആവുന്നുണ്ട് സാർ. ഓക്കെ. പാർവതി, അതെ ക്ലിയർ ആണ്. പാർത്ഥവി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ സാറോട് ഓപ്പണായിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, നമുക്കിപ്പോ സീറ്റ് വെച്ചിട്ട് നമുക്ക് എറർ കിട്ടിയത് എല്ലാരും കണ്ടല്ലോ, എറർ വന്നത്. ഓക്കെ, അപ്പൊ നമുക്കപ്പം നെക്സ്റ്റ് വേറെ ഓപ്ഷൻ നോക്കണം. അപ്പൊ ഇത് എനിക്ക് നെറ്റ് കുറച്ച് സ്ലോ ഉള്ളതുകൊണ്ട് അത് കിട്ടുന്നില്ല. വേറെ ഓപ്ഷൻ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഗോഫിഷ് വെച്ച് ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഗോഫിഷ് ഡൗൺലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റ് ഉണ്ട്. ഈ ഗോഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാട്ടോ. ഇത് വെച്ചിട്ട് ഇപ്പം നമുക്ക് ലാൻഡിങ് പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു ലിങ്ക് ക്ലോൺ ഒക്കെ ചെയ്തിട്ട് ഒരു ലിങ്ക് വേണമെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫിഷിങ്ങിന്റെ ഒക്കെ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്താ ഒരു ഫിഷിങ്ങിന്റെ ലിങ്ക് ഒക്കെ ഒരു ഇപ്പം എന്താ ഇൻസ്റ്റാഗ്രാമിന്റെയോ അല്ലെ ഫേസ്ബുക്കിന്റെ ഏതെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയാസിന്റെ ഒക്കെ എന്താ ക്ലോൺ ഒക്കെ ചെയ്തിട്ട് ലാൻഡിങ് പേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതുപോലെ ക്യാമ്പയിൻ ഒക്കെ ചെയ്ത് വെച്ചാൽ ഫിഷിംഗ് ക്യാമ്പയിൻ ഒക്കെ ചെയ്തിട്ട് എന്താ അറ്റാക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. സോ അതൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ അറ്റാക്സ് ഒക്കെ വരാറ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ടൂൾസ് ഒക്കെ ചിലതൊക്കെ എറർ വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്ത് വരുമ്പോഴേ എറർ വരുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം എന്താണേലും ഈ സീറ്റിയുടെ ഞാനിപ്പോൾ എന്താണെങ്കിലും മാനുവൽ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവോ? ഞാൻ ഒരു ടാസ്ക് ആയിട്ട് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവോ? അത് പറ്റുമെങ്കിൽ ഒന്ന് പറയണേ. മാനവ്, നിഹാല്. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, നമ്മളിപ്പം എന്താ ലിനക്സ് കമാൻഡ്സ്, ലിനക്സ് ഫണ്ടമെന്റൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ നമ്മൾ SPTയുടെ നമ്മൾ ഇന്നലെ നോക്കിയത് നമുക്ക് ലാസ്റ്റ് വന്നപ്പോൾ ഇതേപോലെ ചെറിയ എറർ വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ പോർട്ടൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വരുന്ന ചെറിയ എററാണ്. ഇവിടെ നമുക്ക് വന്നേക്കുന്ന എറർ അതുപോലെ തന്നെ. ഓക്കെ, അപ്പം ഈ ഇത്ര നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? നമ്മൾ ഫണ്ടമെന്റൽസ് പറഞ്ഞു, CT ഇന്നലെ പറഞ്ഞു. CT ഇന്നലെ നമ്മൾ ചെയ്തത്ര ഓക്കെ അല്ലേ? പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം അതും ആ തന്നേക്കുന്ന മാനുവലിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കേ.
ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക് നിങ്ങളും കൂടെ. ഇപ്പം നമ്മളിവിടെ ലാബിൽ നമുക്ക് എല്ലാം മൊത്തത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത്. അപ്പം നിങ്ങളും കൂടെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. ഓക്കെ, ഇവിടെ ജഗനെ ഓക്കെ അല്ലേടാ? ഓക്കെ സാർ. സീരിയസ്ലി പറ, ചുമ്മാ ഓക്കെ എന്ന് പറയാതെ. ഇല്ല, കാര്യമായിട്ട് സാർ. സാർ ഇതിൽ ആ PDF അയച്ചതുപോലെ അല്ല ചെയ്തു വരുമ്പോൾ വരുന്നത്. അവർക്ക് വരുന്ന ഓപ്ഷൻ വേറെ, നമുക്ക് വരുന്ന ഓപ്ഷൻ വേറെ. ചിലത് അങ്ങനെ വരുന്നുണ്ട്. നിങ്ങളപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ SET നമ്മൾ ഇത് യൂട്യൂബ് ഒന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങൾ യൂട്യൂബിനകത്ത് ഞാൻ ചാനൽ പറഞ്ഞുതരാം. coding@room എന്നും പറഞ്ഞൊരു ചാനലുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, എനിക്ക് നെറ്റ് പോയത് കൊണ്ട് തന്നെ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. വൈഫൈ കുറച്ച് ഇഷ്യൂ ഉണ്ട്, അതാണ്. ഓക്കെ, അപ്പം കോഡിംഗ് ചാറ്റ് റൂം എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവോ യൂട്യൂബിൽ കോഡിംഗ് ചാറ്റ് റൂം എന്ന്? അവിടെ ജഗനെ ഒന്ന് നോക്കിക്കോടാ. ഉണ്ട് സാർ, ഒരു കോഡിംഗ് ചാറ്റ് റൂം, ഒരു 7.7K സബ്സ്ക്രൈബേഴ്സ് ഉള്ള. ഓക്കെ, ആ ചാനലിൻ്റെ അടുത്ത് പോകാൻ നേരത്ത് അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് SET ടൂൾ കിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ അടുത്ത് ഉണ്ടാവും. SET ടൂൾ കിറ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും മൊത്തത്തിൽ. അത് നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ പേലോഡ്സിൻ്റെ ഒരു സാധനം ഉണ്ടാവും. മൾട്ടിപ്പിൾ പേലോഡ്സ് വെച്ച് ചെയ്യുന്നത്, അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളതിന്റെ ഗൈഡൻസ് ഉണ്ടാവും. ഓക്കെ, അതൊന്ന് ചെയ്ത് ജസ്റ്റ് അതൊന്ന് നിങ്ങൾ നോക്ക്. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം അത് വെച്ചിട്ട്. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ എല്ലാവരും അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ഒന്ന് ചെയ്തേക്കാവോ? ഇവിടെ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ചെയ്യായിരുന്നു. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഓഫീസിന്റെ ഞാൻ എന്തായാലും നാളെ ഒന്ന് ഓഫീസ് വെച്ചിട്ടുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ അത് നാളെ ഇന്നത്തെ നാളെ ലൈവിൽ ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കണേടാ എല്ലാവരും. SET ഞാനിപ്പോൾ പറഞ്ഞ ചാനൽ ഓർത്തോ. അവിടെ ആ ചാനലിന്റെ പേര് കോഡിംഗ് ചാറ്റ് അങ്ങനെ കണ്ടല്ലേ, കോഡിംഗ് ചാറ്റ് റൂം അങ്ങനെ. കോഡിംഗ് ചാറ്റ് റൂം. ഓക്കെ, കോഡിംഗ് ചാറ്റ് റൂം. ഞാനിപ്പോൾ ഇത് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. അപ്പം ഈ ചാനലെന്നല്ല, നിങ്ങൾ ജസ്റ്റ് SET ടൂൾ കിറ്റിന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ റെഫറൻസ് കിട്ടും. സോ നിങ്ങൾ സ്വന്തമായിട്ട് അതിൻ്റെ അടുത്ത് പറയുന്ന പോലെ നോക്കുക. ഇത് കിട്ടുന്നില്ല, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ChatGPT ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള സംഭവമൊക്കെ ആയതുകൊണ്ട് ഇത് സപ്പോർട്ട് നമുക്ക് കിട്ടത്തില്ല ChatGPT കിട്ടുന്നു. ഓക്കെ, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തോട്ട് നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഇതുപോലെ ഫിഷിങ്ങിനൊന്നും ചെയ്യാനൊന്നും അവർ ChatGPT സപ്പോർട്ട് തരത്തില്ല. അത് നിങ്ങൾ തിരിച്ച് വേറെ റൂട്ടിലേക്ക് വിടത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെ ഇതേപോലെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്നതിന്റെ കുറെ ട്യൂട്ടോറിയലൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ ഒരു ചാനൽ എൻ്റെ മൈൻഡിൽ ചെറുതായിട്ടുള്ളൊരു ചാനലാണ്, അതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാനൽസ് ഒക്കെ നോക്കാം. അപ്പോൾ SET വെച്ചിട്ട് നമ്മൾ ഇന്നലെ ചെയ്തതും ഇന്നലെ നമ്മൾ സ്ഫിയർ ഫിഷിംഗ് ആണ് ചെയ്തത്. ഇന്നലെ നമ്മൾ ചെയ്തത് വെബ് അറ്റാക്ക് വെക്ടേഴ്സ് ആണ് നമ്മൾ ചെയ്തത്. അത് വെച്ചിട്ട് നമ്മൾ ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പം അതും അതുപോലെ ഇതും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പിന്നെ ഗോഫിഷ് വെച്ചിട്ടുള്ളതും ഉണ്ടാവും അതിൽ. ഗോഫിഷ് ഒക്കെ ഇതിന് കോമൺലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഗോഫിഷ് വെച്ചിട്ട് ചെയ്യുന്നതിന്റെ ഏകദേശം അതിൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഒരു ചലഞ്ചായിട്ട് കാണാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ഒന്ന് ചെയ്യുക. ഓക്കെ, ഈ മാനുവൽ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഈ മാനുവൽ SET ടൂൾ കിറ്റിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഗൈഡൻസ് ആയിട്ടൊരു മാനുവലാണ്. ബട്ട് അതിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴും ജീവൻ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം ഇതൊന്ന് ചെയ്ത് ശ്രമിച്ചു നോക്ക്. എനിക്ക് ഓഫീസ് കിട്ടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസ് ഡൗൺലോഡ് ആയിട്ടില്ല. അത് ഡൗൺലോഡ് ആണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ
അതൊക്കെ ഇപ്പോൾ ഇതൊന്ന് നോക്കാം. ഓഫീസിൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ. ഓക്കെ ഓക്കെ, ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ടാസ്ക് ആയിട്ട് തന്നെ എടുത്തോ. ഇന്നലെ നമ്മൾ ചെയ്തത് ഇന്നത്തെ. ഓക്കെ, ഇന്നലെ എന്തായാലും നിങ്ങൾ ഞാൻ ചെയ്തതല്ല, ബാക്കി നിങ്ങൾ ചെയ്തിട്ടില്ല, ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ടാസ്ക് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ യൂട്യൂബ് എവിടെയുള്ള റെഫറൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ റെഫറൻസ് എടുത്തുകൊണ്ട് അതെങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് വരും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ടാസ്ക് ചെയ്തപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ മെയിൽ എനിക്ക് അയച്ചോ എല്ലാവരും. ഓക്കെ, ഇതിപ്പം നാളത്തേക്കൊക്കെ തന്നെ ആയിട്ട് അയക്കണേ, അത് കൂടാൻ പാടില്ല. ഓക്കെ, എന്നാൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണ്ടേ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർക്കുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഓക്കെ, നേരെ അയക്കോ.